Hi friends, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ട്ടോ. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ ആയതുകൊണ്ട് കേക്ക് റെസിപ്പീസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോമ്പിന്റെ മുമ്പ് ഒക്കെ ചെയ്തതാണ് കേക്ക് റെസിപ്പി. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു മാംഗോ ട്രഫിൾ കേക്കിന്റെ റെസിപ്പിയാണ് ട്ടോ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ് ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിൽ ഞാനിവിടെ ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വാനില എസൻസ് ഞാനിപ്പോൾ ഡാർക്ക് കളറിലുള്ള വാനില എസൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ലൈറ്റ് കളറിലുള്ള വാനില എസൻസ് ഒക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ആകാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു പാകത്തിലുള്ള മധുരമാണ് കിട്ടുക. അപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കേണ്ട. പിന്നെ നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകിൽ സ്പാറ്റിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ലോ സ്പീഡിലിട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. ഇതുപോലെ ഒരു 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ആ കേക്ക് ടിന്നിൻ്റെ അടിയിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 30-35 മിനിറ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ആവാൻ വേണ്ട സമയം. അപ്പോൾ നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് ബേക്കായി ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കേക്കിൽ നിന്ന് എടുക്കുന്നത്. 35 മിനിറ്റും കൊണ്ടാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓവനില്ലാതെയും ബീറ്റർ ഇല്ലാതെയൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നുനൂസ് ടേസ്റ്റി കിച്ചൺ കേക്ക് റെസിപ്പീസ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാവുന്നതാണ്. ഇനി അടിയിലുള്ള ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ക്രീം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. കാരണം ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ക്രീം പെട്ടെന്ന് തന്നെ ലൂസായി പോവും. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് മാംഗോ ട്രഫിൾ കേക്ക് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ മാംഗോൻ്റെ ചോക്കോ ചിപ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മാംഗോൻ്റെ ഫ്ലേവറിലുള്ള ചോക്കോ ചിപ്സ് ആണിത്. അപ്പോൾ മാംഗോൻ്റെ കോമ്പൗണ്ട് ചോക്ലേറ്റും വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മളത് കുറേ വാങ്ങിച്ച് വെച്ചാൽ വെറുതെ വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതാവുമ്പോൾ പാകമാണ്, 100 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ക്രീമും ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് മെൽറ്റാക്കി എടുക്കാം. 1:1 റേഷ്യോയിലാണ് കേട്ടോ ഗണാഷ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ 100 ഗ്രാം ചോക്ലേറ്റിലേക്ക് 100 ഗ്രാം ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ.
അപ്പോൾ നമ്മുടെ മാംഗോ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടും കൂടെ ഉണ്ട്. ഇനി മാംഗോ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇതുപോലെയുള്ള മാംഗോ മിക്സ് ഒഴിച്ചു കൊടുത്താലും മതി. എന്നാലും നമുക്ക് ഈ ഒരു ഫ്ലേവറിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് കേക്കിനെ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് വെറ്റാക്കി എടുക്കാം. ഇനി ഷുഗർ സിറപ്പിന് പകരമായിട്ട് വേണമെങ്കിൽ മാംഗോ ജ്യൂസ് വെച്ചിട്ടും കേക്ക് ഇതുപോലെ വെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മാംഗോ ജ്യൂസ് കട്ടിയില്ലാതെ ഉണ്ടാക്കിയിട്ട് വെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ കേക്ക് കുറേ നാളൊന്നും ഇരിക്കില്ല കേട്ടോ. മാംഗോ ജ്യൂസ് ആകുമ്പോൾ കുറച്ചും കൂടെ മാംഗോയുടെ ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ക്രീം വെച്ച് കൊടുത്ത ശേഷം നമുക്ക് മാംഗോയുടെ ഗണാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ക്രീമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിനെയും ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒന്ന് വെറ്റാക്കി എടുത്ത ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രീമും ചോക്ലേറ്റ് ഗണാഷൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രംസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒന്ന് വെറ്റാക്കി എടുത്ത ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിനെ മുഴുവനായിട്ട് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിന് ഒരുവിധമൊക്കെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ 2 മണിക്കൂർ വരെയൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് വെച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗണാഷ് ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ടിന്നിൻ്റെ മുകളിലേക്ക് ഈ കേക്കിനെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മാംഗോ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ മുഴുവനായിട്ട് ഗണാഷ് കവർ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു കേക്കിനെ കേക്ക് ബോർഡിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ സെറ്റ് ആവാനായിട്ട് ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഗണാഷ് വേണമെങ്കിൽ നമുക്ക് സൈഡിൽ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ സൈഡിൽ ഒരു കോട്ടിങ്ങും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ടുള്ള ആ ഗണാഷ് വെറുതെ സൈഡിൽ ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കോട്ടിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു 2 മിൻറ്റ് ലീവ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യെല്ലോ കളറിലും ഈ ഒരു ഗ്രീന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇതിൻ്റെ മുകളിൽ 2 ചോക്ലേറ്റ് സിഗേഴ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് സിഗേഴ്സൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ട്രഫിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്